ഗോൾഡ് നേടിയെടുത്ത എല്ലാ മേധാവിത്വവും ഇപ്പോൾ നിലനിർത്തുന്നില്ല. പിന്നെ ലെബനോണിൽ പുതിയ പ്രസിഡൻ്റൊക്കെ ആർമി ചീഫ് പുതിയ പ്രസിഡൻ്റൊക്കെ ആയിട്ടുണ്ട്. ഗാസയിൽ സീസ് ഫെയർ എന്തായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അത് അവിടെ ആക്രമണം തുടരുകയാണ്. എന്നാലും സീസ് ഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗോൾഡ് $2665, ചിലപ്പോൾ $2662 ഇറങ്ങുന്നുണ്ട്. 58,080 ഇപ്പോൾ ഉള്ളത്. 160 കൂടിയേക്കാവുന്ന അവസ്ഥ. പിന്നെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയൊക്കെ ചർച്ച ചെയ്തിട്ട് ഇന്ത്യ നല്ലൊരു സിഗ്നിഫിക്കൻ്റ് പാർട്ട്ണറാണെന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് റോയിറ്റേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മേഖലയിൽ അയൽ രാജ്യങ്ങളോടൊക്കെ നല്ല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. മ്യൂച്വൽ ഗ്രോത്തിന് വളരെ ഉപകാരപ്രദമായിട്ട് മാറും. എന്തായാലും നോൺ ഫാം പേറോൾഡായിട്ട് നാളെ വരുന്നുണ്ട്. അത് തന്നെയായിരിക്കും വലിയ രീതിയിലുള്ള ശ്രദ്ധാകേന്ദ്രം. ഇപ്പോൾ ഡോളറൊക്കെ ഉയർന്നിട്ടുണ്ട് കേട്ടോ, ഈൽഡ് ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും സ്വർണത്തിൻ്റെ ഡിമാൻഡ് കാരണം ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഉയർച്ചയും നടക്കുന്നു. അതായത് ബേസ് വളരെ സ്ട്രോങ് ആക്കുന്നു എന്ന്.